സ്നേഹമുള്ളവരെ, ലോഗോസ് ക്യൂസ് 2023 പഠന ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പ്രഭാഷകന്റെ പുസ്തകം 29ാമത്തെ അധ്യായമാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ടെസ്റ്റിലേക്ക് കിടക്കാം. ആരാണ് അയൽക്കാരനെ കടം കൊടുക്കുന്നത്? ദൈവഭക്തൻ, നീതിമാൻ, കരുണയുള്ളവൻ, നല്ല മനുഷ്യൻ. ഇതിന് ശരിയുത്തരം കരുണയുള്ളവൻ. അടുത്ത ചോദ്യം, ആരെ തുണയ്ക്കുന്നവനാണ് കൽപ്പനകൾ അനുസരിക്കുന്നത്? സഹോദരനെ, അയൽക്കാരനെ, ശത്രുവിനെ, മാതാപിതാക്കളെ. ഇതിന് ശരിയുത്തരം അയൽക്കാരനെ. അടുത്ത ചോദ്യം, അയൽക്കാരനോട് എങ്ങനെയാണ് വിശ്വസ്തത കാണിക്കേണ്ടത്? വാക്കുപാലിച്ച്, സഹായിച്ച്, ക്ഷമിച്ച്, വഞ്ചിക്കാതെ. ഇതിന് ശരിയുത്തരം വാക്കുപാലിച്ച്. അടുത്ത ചോദ്യം, എന്തിനെ വീണ് കിട്ടിയ നിധി പോലെ കരുതുന്ന വളരെ പേരാണ് ഉള്ളത്? സമ്പത്തിനെ, കടത്തെ, പണത്തെ, സ്നേഹിതനെ. ഇതിന് ശരിയുത്തരം കടത്തെ. അടുത്ത ചോദ്യം, കടത്തെ വീണ് കിട്ടിയ നിധി പോലെ കരുതുന്നവർ തങ്ങളെ സഹായിക്കുന്നവർക്ക് എന്താണ് വരുത്തുന്നത്? നാശം, ദ്രോഹം, ഉപദ്രവം, അപകടം. ഇതിന് ശരിയുത്തരം ഉപദ്രവം. അടുത്ത ചോദ്യം, നിർധനരോട് എന്താണ് കാണിക്കേണ്ടത്? ദയ, ഔദാര്യം, സ്നേഹം, കരുണ. ഇതിന് ശരിയുത്തരം കരുണ. അടുത്ത ചോദ്യം, നിന്റെ ദാനത്തിനു വേണ്ടി കാത്തിരിക്കാൻ ആർക്കാണ് ഇടയാകാൻ പാടില്ലാത്തത്? അയൽക്കാരന്, നിർധനന്, സ്നേഹിതന്, സഹോദരന്. ഇതിന് ശരിയുത്തരം നിർധനന്. അടുത്ത ചോദ്യം, എന്തിനെ പ്രതിയാണ് ദരിദ്രനെ സഹായിക്കേണ്ടത്? കൽപ്പനകളെ, കർത്താവിനെ, ദൈവത്തെ, പ്രമാണങ്ങളെ. ഇതിന് ശരിയുത്തരം കൽപ്പനകളെ. അടുത്ത ചോദ്യം, ആർക്കു വേണ്ടി ധനം നഷ്ടപ്പെടുത്താൻ മടിക്കരുത്? സഹോദരനെ, അയൽക്കാരനെ, സ്നേഹിതനെ, സഹോദരനോ സ്നേഹിതനോ. ഇതിന് ശരിയുത്തരം സഹോദരനോ സ്നേഹിതനോ. അടുത്ത ചോദ്യം, കല്ലിനടിയിലിരുന്ന് തുരുമ്പിച്ച് നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ്? വിശ്വാസത്തെ, ധനത്തെ, സ്നേഹത്തെ, സൗഹൃദത്തെ. ഇതിന് ശരിയുത്തരം ധനത്തെ. അടുത്ത ചോദ്യം, ആരുടെ കൽപ്പനകൾ അനുസരിച്ച് വേണം ധനം നേടാൻ? കർത്താവിൻ്റെ, മോശയുടെ, അത്യുന്നതൻ്റെ, ദൈവത്തിൻ്റെ. ഇതിന് ശരിയുത്തരം അത്യുന്നതൻ്റെ. അടുത്ത ചോദ്യം, അത്യുന്നതൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ധനം നേടുമ്പോൾ അത് എന്തിനേക്കാൾ ലാഭകരമാണ്? വജ്രത്തേക്കാൾ, പവിഴത്തേക്കാൾ, വെള്ളിയേക്കാൾ, സ്വർണത്തേക്കാൾ. ഇതിന് ശരിയുത്തരം സ്വർണത്തേക്കാൾ. അടുത്ത ചോദ്യം, ദാനധർമ്മം ആയിരിക്കട്ടെ നിന്റെ ഡാഷ്. നിക്ഷേപം, സമ്പാദ്യം, ലക്ഷ്യം, സന്തോഷം. ഇതിന് ശരിയുത്തരം നിക്ഷേപം. അടുത്ത ചോദ്യം, എല്ലാ തിന്മകളിൽ നിന്ന് നിന്നെ രക്ഷിക്കുന്നത് എന്താണ്? കാരുണ്യം, ദാനധർമ്മം, പ്രാർത്ഥന, ദയ. ഇതിന് ശരിയുത്തരം ദാനധർമ്മം. അടുത്ത ചോദ്യം, ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാൻ ബലമേറിയ പരിചയേക്കാളും കനത്ത കുന്തത്തേക്കാളും ഉപകരിക്കുന്നത് എന്താണ്? സൗമ്യമായ വാക്ക്, ധൈര്യം, ദാനധർമ്മം, കർത്താവിൻ്റെ അനുഗ്രഹം. ഇതിന് ശരിയുത്തരം ദാനധർമ്മം. അടുത്ത ചോദ്യം, ആരാണ് അയൽക്കാരനെ വഞ്ചിക്കുക? നാണം കെട്ടവൻ, ദുഷ്ടൻ, ഏഷണിക്കാരൻ, പരദൂഷകൻ. ഇതിന് ശരിയുത്തരം നാണം കെട്ടവൻ. അടുത്ത ചോദ്യം, ആരാണ് ജാമ്യക്കാരൻ്റെ ഐശ്വര്യം നശിപ്പിക്കുന്നത്? നാണം കെട്ടവൻ, ദുഷ്ടൻ, ഏഷണിക്കാരൻ,
പരദൂഷകൻ. ഇതിന് ശരിയുത്തരം ദുഷ്ടൻ. അടുത്ത ചോദ്യം, ആരാണ് തന്നെ രക്ഷിച്ചവനെ കൈവെടിയുന്നത്? ദുഷ്ടൻ, ഉത്തമർണൻ, നന്ദിഹീനൻ, നാണം കെട്ടവൻ. ഇതിന് ശരിയുത്തരം നന്ദിഹീനൻ. അടുത്ത ചോദ്യം, എന്താണ് പ്രബലന്മാരെ വിദേശങ്ങളിൽ അലയാൻ ഇടയാക്കിയത്? അപവാദം, ജാമ്യം, ശത്രുത, കലഹം. ഇതിന് ശരിയുത്തരം ജാമ്യം. അടുത്ത ചോദ്യം, എന്തുമൂലം ജാമ്യം നിൽക്കുന്ന ദുഷ്ടനാണ് വ്യവഹാരത്തിൽ കൊടുങ്ങുക? നന്ദിഹീനൻ മൂലം, ശത്രുത മൂലം, ലാഭേച്ഛ മൂലം, ദുഷ്ടത മൂലം. ഇതിന് ശരിയുത്തരം ലാഭേച്ഛ മൂലം. അടുത്ത ചോദ്യം, എന്തൊക്കെയാണ് ജീവിതത്തിൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ? ജലം, വസ്ത്രം, സ്വൈര്യമായി പാർക്കാൻ ഒരിടം. ഉത്തരം എ, ബി, സി എന്നിവ ശരിയാണ്. ഇതിന് ശരിയുത്തരം ഉത്തരം എ, ബി, സി എന്നിവ ശരിയാണ്. അടുത്ത ചോദ്യം, പാർപ്പിടത്തെ സംബന്ധിക്കുന്ന ശകാരവും ഉത്തമർണന്റെ പരിഹാസവും ആരെയാണ് വ്രണപ്പെടുത്തുന്നത്? നല്ല മനുഷ്യനെ, നീതിമാനെ, വികാരവാനെ, ദുഷ്ടനെ. ഇതിന് ശരിയുത്തരം വികാരവാനെ. ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ലോഗോസ് ക്വിസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാം.